ഞാൻ പറഞ്ഞിരുന്നു, സംശയം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. സമ്മാനത്തുക. സന്തോഷമുണ്ട്. ആദ്യമായിട്ടുള്ള പ്രോഗ്രാമിനകത്ത് ചേർന്നത്. ഇത് പറ്റിയപ്പോ ഒരു വിഷമത്രേ ഉള്ളൂ. ഇത് ഈ ഉത്തരം തെറ്റിപ്പോയതിൽ ചെറിയൊരു വിഷമമുണ്ട്. ഇതിനു മുമ്പ് മത്സരങ്ങൾ പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Life. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം ഒലിവ് വൃക്ഷം. ആദ്യം ഉത്തരം അയച്ചത് വിനോദ് തോമസ്, കോട്ടയം. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Life. കേരളത്തിലെ ആദ്യത്തെ ദിനപത്രം രാജ്യസമാചാരമാണ്. രണ്ടാമത്തെ ദിനപത്രം പശ്ചിമോദയമാണ്. ഈ രണ്ട് മലയാള പത്രങ്ങൾ നമ്മുടെ ഈ നാടിന് സംഭാവന ചെയ്തത് മലയാളികൾ അല്ല എന്നുള്ളതാണ് അതിശയം. ഈ രണ്ട് പത്രങ്ങൾ കേരളത്തിൽ മലയാളികൾക്ക് വായിക്കാൻ നൽകുന്നത് തലശ്ശേരി പ്രസിൽ നിന്ന് ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറയുന്ന മിഷണറിയാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ തലതൊട്ടപ്പൻ ഹെർമൻ ഗുണ്ടർട്ടാണ്. അങ്ങനെ കേരളത്തിന്റെ സാംസ്കാരിക മേഖലകൾ എല്ലാം തന്നെ തികഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ഈ നാട്ടിലേക്ക് കടന്നു വന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ആ സ്നേഹം വഹിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മോടൊപ്പം ഇന്നൊരു മത്സരാർത്ഥിയുണ്ട്. നമുക്ക് ആ മത്സരാർത്ഥിയെ പരിചയപ്പെടാം. ബൈബിൾ ബ്രെയിൻസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് പേര്? എവിടെ നിന്ന് വരുന്നു? എന്ത് ചെയ്യുന്നു? എന്റെ പേര് ലിനു ഷിൻസ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു, ഇപ്പോ വർക്ക് ചെയ്യുന്നില്ല. ബൈബിൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു പ്രചോദനം എന്താണ്? എനിക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനെ ബൈബിൾ ക്വിസിന് ചേരണമെന്നൊക്കെ ഉള്ളത്. ബൈബിൾ ക്വിസിന് ചേരണമെന്ന് ഒരു താല്പര്യം. ഇതിനു മുമ്പ് മത്സരങ്ങൾ പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം മത്സരത്തിന് വരികയാണ്. അപ്പൊ സാധാരണ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്ന ആളുകൾ പോലും ഒരു അപമാന ഭീതി ഭയന്ന് ഫ്ലോറിൽ മത്സരിക്കാൻ വരാറില്ല. അപ്പൊ ആദ്യത്തെ തവണ ഫ്ലോറിൽ മത്സരിക്കാൻ വന്ന ഒരു ധൈര്യമാണ്.
ഇനി ഒരു ചോദ്യം ചോദിച്ചാൽ, അതായത് ആദ്യത്തെ റൗണ്ടിലെങ്ങാനും പുറത്തു പോയി എല്ലാവരോടും പറഞ്ഞിട്ടാ വന്നു ഞാൻ മത്സരിക്കാൻ പോവാണ്, എല്ലാരും കാണണം, അങ്ങനെ പോയാൽ ഒരു സങ്കടമാകില്ലേ? സങ്കടമാകും. എങ്കിലും അങ്ങനെ പോവില്ല എന്നൊരു ചെറിയ ഉറപ്പകത്തുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം മുമ്പോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ഹസ്ബൻഡും 2 കുട്ടികള്. ഹസ്ബൻഡും 2 കുട്ടികളും. കുട്ടികളൊക്കെ ഒരാള് 3-ാം ക്ലാസ്സില്, ഒരാൾക്ക് 3 വയസ്സായതേ ഉള്ളൂ. 3-ാം ക്ലാസ്സിലുള്ള ഒരാളും 3 വയസ്സുള്ള മറ്റൊരാളും സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ മത്സരത്തിന്റെ പാറ്റേൺ ഞാനൊന്ന് വിശദീകരിക്കുകയാണ്, ശ്രദ്ധിക്കാം. 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ആദ്യത്തെ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ, 4 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 1000 രൂപയുടെ സേഫ് സോണിൽ. രണ്ടാമത്തെ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ, 4 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 3000 രൂപയുടെ സേഫ് സോണിൽ. മൂന്നാമത്തെ റൗണ്ടിൽ 3 ചോദ്യങ്ങൾ, ആ 3 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 6000 രൂപയുടെ സേഫ് സോണിൽ. ഒടുവിൽ 10,000 രൂപയുടെ ബമ്പർ ചോദ്യം. ഇങ്ങനെ 12 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. മുന്നോട്ട് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 1-ാമത്തെ ചോദ്യം. വിധവയായ സ്ത്രീ ഭണ്ഡാരത്തിലിട്ടത് എത്ര കാശ്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 3. എത്ര കാശാണ് വിധവയായ സ്ത്രീ ഭണ്ഡാരത്തിലിട്ടത്? 2. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 2 ഉത്തരം ഉറപ്പിക്കുകയാണ്. ഓക്കെ, ഓപ്ഷൻ ബി 2. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടിടുന്നത് ആരും കാണാതെയാണ്. ഇപ്പം ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ നോട്ടിനെ ഉപദ്രവിക്കുന്ന ആളുകൾ നമ്മളാണ്. നോട്ട് എത്രത്തോളം ചുളുക്കി മടക്കി ഒട്ടിച്ച് ഈ കൈപ്പിടിക്കകത്ത് ഒതുങ്ങുന്നത് പോലെ ഇത് നിവർത്തുന്നത് വേറെ വലിയൊരു ദുർഘടം പിടിച്ച പരിപാടിയാണ്. അപ്പൊ വേറൊരു കാര്യം, ഈ കൈക്കകത്ത് എത്ര ഒതുങ്ങിയാലും ഇത് കർത്താവിന്റെ കണ്ണ് ശ്രദ്ധിക്കുന്നുണ്ടെന്നൊരു കാര്യമുണ്ട്. അപ്പൊ സ്ത്രീ കൊണ്ടുവന്ന് ആ തുക ഇടുമ്പോ കർത്താവ് അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എത്രയായിരുന്നു എന്നാണ്. ഓപ്ഷൻ ബി 2 എന്ന ഉത്തരമാണ് നൽകിയത്. നമുക്ക് പരിശോധിക്കാം. 1-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി 2. വളരെ ശരിയായ ഉത്തരമാണ്. ഏതായാലും ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 500 രൂപ സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. മുമ്പിലേക്ക് പോയി ഈ റൗണ്ട് ഫിനിഷ് ചെയ്യാൻ കഴിയട്ടെ. 2-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ആദ്യത്തെ റൗണ്ടിലെ 2-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും അധികം വാക്യങ്ങളുള്ള സങ്കീർത്തനം ഏത്? ഓപ്ഷൻ എ 23, ഓപ്ഷൻ ബി 1-ാം സങ്കീർത്തനം, ഓപ്ഷൻ സി 125, ഓപ്ഷൻ ഡി 103. ഇതിൽ ഏറ്റവും കൂടുതൽ വാക്യങ്ങളുള്ള സങ്കീർത്തനം ഏത്? ഓപ്ഷൻ ഡി 103. ഓപ്ഷൻ ഡി 103. സംശയമില്ല. ഓപ്ഷൻ ഡി 103 ഉത്തരം ഉറപ്പിക്കുക. ഏറ്റവും കൂടുതൽ വായിക്കുന്ന സങ്കീർത്തനമായിരിക്കും അല്ലേ? അല്ല, പെട്ടെന്ന് ഉത്തരം പറഞ്ഞതുകൊണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വായിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന വാക്യം മിക്കവാറും സങ്കീർത്തനത്തിലായിരിക്കും. അതുകൊണ്ടാണ് ചോദിച്ചത്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും സങ്കീർത്തനം പറയുമ്പോൾ. അപ്പോ ഓപ്ഷൻ ഡി 103 ഉത്തരം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പരിശോധിക്കാം. 2-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി 103. ഉത്തരം വളരെ ശരിയാണ്. 500-ൽ നിന്ന് സമ്മാനത്തുക 600-ലേക്ക് ഉയർന്നിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് പ്രേക്ഷകരെ, ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്കുള്ള ചോദ്യത്തിന്റെ സമയമാണ് മുൻപിലുള്ളത്. നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3 സൂചനകളാണ് എപ്പിസോഡിന്റെ 3 ഘട്ടങ്ങളിലായി നൽകുന്നത്. ആ സൂചനകൾ ശ്രദ്ധിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഉത്തരങ്ങൾ അവിടെ അറിയിക്കുക. നിങ്ങൾക്കായി ഉത്തരത്തിലേക്കുള്ള 1-ാമത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 1-ാം സൂചന. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതയാത്രയിൽ കരഞ്ഞതായി തിരുവചനത്തിൽ എടുത്തുപറയപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ്, ബാംഗ്ലൂർ. ബൈബിൾ ബ്രെയിൻസ്, പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. മടങ്ങി വരാം. 3-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പൊ ഒന്ന് ടെൻഷൻ ഫ്രീ ആയിട്ടുണ്ട്. ടെൻഷൻ ഫ്രീ ആയി. ഓക്കെ. അപ്പം 3-ാമത്തെ ചോദ്യം, 1-ാമത്തെ റൗണ്ടിലെ 3-ാമത്തെ ചോദ്യം. ഇവരിൽ രാജാവിന്റെ പത്നി എന്ന സ്ഥാനം അലങ്കരിക്കാതിരുന്നത് ആരാണ്? ഓപ്ഷൻ എ ഇസബേൽ, ഓപ്ഷൻ ബി ദെബോര, ഓപ്ഷൻ സി എസ്തേർ, ഓപ്ഷൻ ഡി വസ്തി. ഇവരിൽ രാജാവിന്റെ പത്നി എന്ന സ്ഥാനം
അലങ്കരിക്കാതിരുന്നത് ആരാണ്? ഓപ്ഷൻ ബി ദെബോര. ഓപ്ഷൻ ബി ദെബോര. ഉറപ്പിക്കാം. ഓപ്ഷൻ ബി ദെബോര. ഉത്തരം ഉറപ്പിക്കാം. ഇസബേലും എസ്തേറും വസ്തിയും ഒക്കെ രാജപത്നികളായിരുന്നു. ദെബോരയെ സംബന്ധിച്ച് ദെബോര പ്രവാചകിയായിരുന്നു. അപ്പൊ കാര്യത്തെ കുറിച്ച് സംശയമില്ല. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ദെബോര. ഉത്തരം ശരിയാണോ? ആ ഉത്തരം വളരെ ശരിയാണ്. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. ഈ റൗണ്ടിലെ അവസാന ചോദ്യത്തിലേക്ക് ഇനി പോവുകയാണ്. അവസാന ചോദ്യത്തിലെത്തിയാൽ ഒരു കടമ്പ കടന്നു. അപ്പോൾ സമാധാനത്തോടെ മടങ്ങിപ്പോകാൻ കഴിയും എന്ന് ചിന്തിക്കാൻ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഒന്നാമത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. വെള്ളത്തിന്മേൽ നടക്കാൻ ധൈര്യമുണ്ടായിരുന്ന ക്രിസ്തു ശിഷ്യൻ ആരാണ്? ഓപ്ഷൻ എ യോഹന്നാൻ, ഓപ്ഷൻ ബി തോമസ്, ഓപ്ഷൻ സി യാക്കോബ്, ഓപ്ഷൻ ഡി പത്രോസ്. വെള്ളത്തിന്മേൽ നടക്കാൻ ധൈര്യമുണ്ടായിരുന്ന ക്രിസ്തു ശിഷ്യൻ. ഓപ്ഷൻ ഡി പത്രോസ്. ഓപ്ഷൻ ഡി പത്രോസ്. ഉറപ്പിക്കാം. ഓപ്ഷൻ ഡി പത്രോസ്. ഉത്തരം ഉറപ്പിക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് ഫിനിഷ് ചെയ്തതിന്റെ ഒരു ആശ്വാസം ഉണ്ട്. അപ്പൊ നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ഡി പത്രോസ്. ഉത്തരം ശരിയാണോ? 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി പത്രോസ്. ഉത്തരം ശരിയാണ്. 1ാമത്തെ റൗണ്ട് ഫിനിഷ് ചെയ്തു. 1000 രൂപ സമ്മാനത്തുക നിശ്ചയമായിട്ടും ലഭിക്കും. അപ്പൊ ഇനി സമാധാനത്തോടെ അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് കടന്നു പോകാവുന്നതാണ്. അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് എവിടെങ്കിലും വെച്ച് സംശയം തോന്നുകയാണെങ്കിൽ മത്സരം അവിടെ അവസാനിപ്പിക്കാം. ഒരു ചോദ്യം കൺഫ്യൂസിങ് ആണെങ്കിൽ മത്സരം അവിടെ അവസാനിപ്പിക്കാം. ആ സമ്മാനത്തുകയായിട്ട് മടങ്ങി പോകാവുന്നതാണ്. അത് മനസ്സിൽ കരുതുക. ടൈമർ ശ്രദ്ധിക്കുക. എങ്കിലും ഉത്തരം പറയാനുള്ള സമയം അല്പം കൂടെ അനുവദിച്ചു തരുന്നതാണ്. ഉത്തരം പറയാൻ കഴിയുന്നതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ 2 ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. എവിടെ നിന്നാണ് ചോദ്യങ്ങൾ? പഴയ നിയമത്തിൽ നിന്ന് ചോദ്യങ്ങൾ. ഓക്കെ, എന്തുകൊണ്ടാണ് പഴയ നിയമം തിരഞ്ഞെടുക്കാൻ ഒരു കാരണം? പുതിയ നിയമം എപ്പോഴും വായിച്ചത് നമ്മൾ പോകുന്നാലും പഴയ നിയമം വായിച്ചിട്ടുണ്ട്. പഴയ നിയമം വായിച്ചിട്ടുണ്ട്. അപ്പൊ ഉത്തരം പറയാൻ കഴിയും എന്ന് ചിന്തിക്കുന്നു. നമുക്ക് നോക്കാം. ഇപ്പം 2ാമത്തെ റൗണ്ട് പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. പഴയ നിയമത്തിൽ നിന്നുള്ള 1ാമത്തെ ചോദ്യം. ശൂഷൻ രാജധാനി പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഇവയിൽ ഏത് പുസ്തകത്തിൽ? ഓപ്ഷൻ എ എസ്തേർ, ഓപ്ഷൻ ബി ഇയ്യോബ്, ഓപ്ഷൻ സി രൂത്തിന്റെ പുസ്തകത്തിൽ, ഓപ്ഷൻ ഡി സദൃശ്യവാക്യത്തിൽ ശൂഷൻ രാജധാനി പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ എസ്തേർ. ഓപ്ഷൻ എ എസ്തേർ. ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ എ എസ്തേർ. ഉത്തരം ഉറപ്പിക്കുകയാണ്. എസ്തേറിൽ ശൂഷൻ രാജധാനിയും പ്രത്യേകിച്ച് ഹിന്ദു ദേശത്തെ കുറിച്ച്, ഇന്ത്യയെ കുറിച്ചാണെന്നൊക്കെ ചരിത്രകാരന്മാർ പലരും പറയുന്നുണ്ട്. എന്നാൽ വിഭിന്ന അഭിപ്രായങ്ങളുണ്ട്. ആ പുസ്തകത്തിൽ തന്നെ മറ്റൊരു പുസ്തകത്തിൽ കൂടെ ശൂഷൻ രാജധാനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏത് പുസ്തകമാണ് എന്നറിയാമോ? ശൂഷൻ രാജധാനിയെ കുറിച്ച് മറ്റൊരു പുസ്തകം, എനിക്ക് തോന്നുന്നു നെഹമ്യാവിൽ കൂടെ ശൂഷൻ രാജധാനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭയപ്പെടേണ്ട. 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ എസ്തേർ. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ എ എസ്തേർ. ഉത്തരം വളരെ ശരിയാണ്. 1500 രൂപ സമ്മാനത്തുക ഉയർന്നിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 2ാമത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം. ഏത് രാജാവിന്റെ ആണ് അരയുടെ ഏപ്പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയത്? ഓപ്ഷൻ എ നെബൂഖദ്നേസറിന്റെ, ഓപ്ഷൻ ബി ദാര്യവേഷിന്റെ, ഓപ്ഷൻ സി ബേത്ത്ശസ്സറിന്റെ, ഓപ്ഷൻ ഡി കോരേഷിന്റെ. ആരുടെയാണ് അരയുടെ ഏപ്പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയത്? ഏത് രാജാവിന്റെയാണ്? ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. സമയമെടുക്കാം, ആലോചിക്കാം. എനിക്ക് തോന്നുന്നു 5ാമത് അധ്യായത്തിൽ ഭിത്തിയിൽ എഴുതിയത് കണ്ട് അത് കണ്ടാണ് അരയുടെ ഏപ്പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയത്. ഓപ്ഷൻ ബി ദാര്യാവേശ് എന്നാണോ ചിന്തിക്കുന്നത്? 5ാം അധ്യായം വരെ മനസ്സിലൂടെ ഓടിപ്പോകാം. എവിടെയാണ് തീക്കകത്തൂടെ നടന്നത്, എവിടെയാണ് സിംഹത്തിന്റെ ഗുഹയിലിട്ടത്, ആ ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഏത് രാജാവായിരിക്കാം? നെബൂഖദ്നേസറിന് ശേഷം വന്ന രാജാക്കന്മാർ ആരൊക്കെയാണ്? നെബൂഖദ്നേസറാണ് അവരെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയത്. നെബൂഖദ്നേസറാണ് അവരെ തീച്ചൂളയ്ക്കകത്തൂടെ കടത്തിവിട്ടത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ
ആരാണ് ആ രാജ്യം ഭരിച്ചിരുന്ന മെദ്യപ്യാസ്യൻ ആളുകളുണ്ട്? അതിനു മുമ്പ് രാജ്യം ഓപ്ഷൻ സി ബേത്സസർ ആണ്. ഉറപ്പിക്കാം. ഓപ്ഷൻ സി ബേത്സസർ ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. ഞാൻ പറഞ്ഞിരുന്നു സംശയം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. സമ്മാനത്തുകയിൽ നിന്നും പുറകോട്ട് പോകേണ്ട ഒരാവശ്യം വരില്ലായിരുന്നു. ദാര്യാവേശം എന്ന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞത് ഞങ്ങൾ ഒരുപക്ഷെ കൺഫ്യൂഷൻ അടുപ്പിച്ചെന്നിരിക്കും. ഉത്തരം ശരിയാണെങ്കിൽ മത്സരാർത്ഥി കുറച്ച് നിൽക്കാം. ബേത്സസർ ദാനിയേലിന്റെ മറ്റൊരു പേരായിരുന്നില്ലേ ബേത്സസർ എന്ന് പറയുന്നത്? അങ്ങനൊരു ദാനിയേലിന് അങ്ങനെ മറ്റൊരു പേരുണ്ടായിരുന്നതായിട്ട് ഓർമ്മയുണ്ടോ? പല പേരുകൾ മാറ്റി കൊടുത്തിരുന്നു. ബേത്സസർ അല്ലെന്നൊരു ചിന്തയുണ്ട്. നമുക്ക് നോക്കാം. തെറ്റിപ്പോയാൽ നമുക്ക് മടങ്ങി പോകേണ്ട വരും. ഓക്കെ, ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ബേത്സസർ. ഉത്തരം ശരിയാണോ? ബേത്സസർ ഉത്തരം വളരെ ശരിയാണ്. ആ സമ്മാനത്തുക 1500 നിന്ന് 2000 എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നു, സംശയമുണ്ടെങ്കിൽ അവിടെ അവസാനിപ്പിക്കുക. തെറ്റായ ഉത്തരം പറഞ്ഞ് 1000 രൂപയിലേക്ക് മടങ്ങി പോകാതിരിക്കുക. ഇപ്പോൾ 2000 രൂപയിൽ എത്തി നിൽപ്പുണ്ട്. ഇപ്പോൾ വളരെ ശ്രദ്ധയോടെ മത്സരത്തിൽ പങ്കെടുക്കുക. പ്രേക്ഷകരുടെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന രണ്ടാമത്തെ സൂചന നിങ്ങൾക്ക് നൽകുകയാണ്. സൂചന ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉത്തരങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സമർപ്പിക്കുക. ഇതാ നിങ്ങൾക്കായിട്ടുള്ള രണ്ടാമത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ രണ്ടാം സൂചന. എന്റെ ജനനം സംബന്ധിച്ച് ഒന്നും തന്നെ നിങ്ങൾക്കറിയില്ല, എങ്കിലും എന്റെ യൗവനവും വാർദ്ധക്യവുമെല്ലാം നിങ്ങൾക്ക് പരിചിതമാണ്. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. മടങ്ങി വരാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇയ്യോബിന് നഷ്ടമായത് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ കാളകൾ, കുതിരകൾ. ഓപ്ഷൻ ബി പശുക്കൾ, ഒട്ടകങ്ങൾ. ഓപ്ഷൻ സി കുതിരകൾ, കഴുതകൾ. ഓപ്ഷൻ ഡി കാളകൾ, ആടുകൾ. ഇതിൽ ഇയ്യോബിന് നഷ്ടമായത് എന്തൊക്കെയാണ്? സമയമെടുത്ത് ആലോചിക്കാം. കാളകളും കുതിരകളുമാണോ? പശുക്കളും ഒട്ടകങ്ങളുമാണോ? കുതിരകളും കഴുതകളുമാണോ? കാളകളും ആടുകളുമാണോ? ഒട്ടകങ്ങൾ ആ സമയത്തുണ്ടായിരുന്നോ? കുതിരകൾ ഉണ്ടായിരുന്നോ? കാര്യങ്ങളൊക്കെ മനസ്സിലൂടെ കടന്നു പോകട്ടെ. ഇല്ലെങ്കിൽ ഒരു ഉത്തരം ഉറപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ മത്സരം അവസാനിപ്പിക്കുക. ഓപ്ഷൻ ഡി കാളകളും ആടുകളും. ഓപ്ഷൻ ഡി കാളകളും ആടുകളും. ആടുകളും ഉറപ്പിക്കുകയാണ്. സംശയമൊന്നുമില്ല. ഓപ്ഷൻ ഡി കാളകളും ആടുകളും ഉത്തരം ഉറപ്പിക്കുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ ഇനിയും ശ്രദ്ധിക്കുക. മുമ്പോട്ട് പോകാൻ ഈ ഉത്തരം ശരിയാണെങ്കിൽ മാത്രം നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ഡി കാളകൾ, ആടുകൾ ഏഴാമത്തെ ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ഡി കാളകളും ആടുകളും ഉത്തരം ശരിയാണ്. ആ സമ്മാനത്തുക 2500 എത്തിയിട്ടുണ്ട്. അടുത്ത അവസാന ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നല്ലപോലെ ചോദ്യം ശ്രദ്ധിക്കുക, സമയമെടുക്കുക, ഉത്തരം പറയാൻ പരിശ്രമിക്കുക. രണ്ടാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. താഴെ നൽകിയിരിക്കുന്നതിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ അല്ലാത്തത് ആരൊക്കെയാണ്? ഓപ്ഷൻ എ അബ്ശാലോം, ദാവീദ്, അമ്നോൻ. ഓപ്ഷൻ ബി ആദ, ലാമേക്ക്, യാബാൽ. ഓപ്ഷൻ സി ശൗൽ, മെഫീബോശത്ത്, സീബ. ഓപ്ഷൻ ഡി ഇഷായി, ഏലിയാബ്, അബീനാദാബ്. ആലോചിക്കുക. ഉത്തരം അറിയില്ലെങ്കിൽ അവസാനിപ്പിക്കുക. അറിയാമെങ്കിൽ മാത്രം ഷുവർ ചെയ്ത് മുൻപിലേക്ക് പോവുക. നല്ല രീതിയിൽ ചിന്തിക്കുക. ദാവീദിന്റെ കുടുംബം, ലാമേക്കിന്റെ കുടുംബം, ശൗലിന്റെ കുടുംബം, ഇഷായിയുടെ കുടുംബം. ഇതിലൊരു കുടുംബത്തിൽ ചിലരൊക്കെ അംഗമല്ല. ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ അംഗമല്ല. ഇഷായിയുടെ കറക്റ്റ് ആണ്. ബാക്കി സംശയം ദാവീദും അബ്നോനും കറക്റ്റ് ആണ്.
ശൗലും മെഫിബോശത്ത് സീബായും സീബ വരുന്നത് അപ്പോ ആദായി ലാമേക്കും യാബാലുമോ? ഇത്തരം സംശയം ഉണ്ടെങ്കിൽ അവിടെ അവസാനിപ്പിക്കാം. ആദായും ലാമയ്ക്കും യാബാലും. ആദായും ലാമയ്ക്കും കറക്റ്റാ. യാബാല് അവരും അതെ. ശൗലും മെഫിബോശത്ത് സീബായും. സീബായുമാണ്. ഉത്തരത്തിലേക്ക് പോവുകയാണ്, ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ സി ശൗൽ മെഫിബോശത്ത് സീബ. ഉത്തരം ഉറപ്പിക്കാം. സംശയമൊന്നുമില്ലല്ലോ, ഇനി ഒരു മടങ്ങിപ്പോക്കില്ല. ഓക്കെ, രണ്ടാമത്തെ റൗണ്ടിലെ അവസാനത്തെ ഉത്തരം ഓപ്ഷൻ സി ശൗൽ മെഫിബോശത്ത് സീബ. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ റൗണ്ട് ഫിനിഷ് ചെയ്ത് 3000 രൂപ സമ്മാനത്തുകയും എത്തിയിട്ടുണ്ട്. ആ ഉത്തരത്തെക്കുറിച്ചൊരു കൃത്യമായി ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഉത്തരം പറയാൻ പറ്റി. ആവേശത്തോട് ഉത്തരം പറയാതെ കൃത്യമായി ഉത്തരം പറയാൻ ശ്രമിക്കുക. അടുത്ത റൗണ്ടിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് പ്രേക്ഷകരെ, നിങ്ങൾക്കുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന മൂന്നാമത്തെ സൂചന ഇതാണ്. ആ സൂചന ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉത്തരങ്ങൾ വേഗത്തിൽ അയക്കുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ രേഖപ്പെടുത്തുക. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ മൂന്നാം സൂചന. എന്റെ അമ്മായിയപ്പൻ എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ ശത്രുവായി മാറി. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടന്നു പോവുകയാണ്. 3 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒന്ന്, ലോക മതങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. 2, മിഷണറിമാരുടെ ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. 3, സംഗീതത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ക്രൈസ്തവ ഗാനങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? മിഷണറി ചരിത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. മുന്നിലേക്ക് പോകാം. മിഷണറിമാരുടെ ചരിത്രത്തിലുള്ള ഒന്നാമത്തെ ചോദ്യം. ആൽഹ സൾട്ടൽ ഏത് മിഷണറിയുടെ ഭാര്യയായി? ഓപ്ഷൻ എ ബെർത്തലോമായി സീഗൻബാഗ്, ഓപ്ഷൻ ബി അഡോണിറാം ജഡ്സൺ, ഓപ്ഷൻ സി വില്യം കേറി, ഓപ്ഷൻ ഡി ഡേവിഡ് ലിവിങ്സ്റ്റൺ. ആൻഹ സെൽട്ടൻ ഏത് മിഷണറിയുടെ ഭാര്യയായി? ജഡ്സന്റെ ബി. ഓപ്ഷൻ ബി ജഡ്സൺ. ഓപ്ഷൻ ബി ജഡ്സൺ. വായിച്ചിട്ടുണ്ട്, ഭാഗങ്ങൾ ഓർമ്മയിലുണ്ട്, ഉറപ്പാണ്. ഓപ്ഷൻ ബി ജഡ്സൺ, അഡോണിറാം ജഡ്സൺ എന്ന ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. ഓപ്ഷൻ ബി നമുക്ക് ഉറപ്പിക്കാം. ഓപ്ഷൻ ബി ജഡ്സൺ എന്ന ഉത്തരം വായിച്ചിട്ടുള്ളത് കൊണ്ട് ശരിയാണെന്നൊരു ബോധ്യമുണ്ട്. ഓപ്ഷൻ ബി ജഡ്സൺ, ആ ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി ജഡ്സൺ, ആ ഉത്തരം ശരിയാണ്. 3000 രൂപയിൽ നിന്ന് 4000 രൂപ സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. എവിടെങ്കിലും സംശയമുണ്ടെങ്കിൽ അവിടെ മത്സരം അവസാനിപ്പിക്കുന്ന ഉചിതമായിരിക്കും. ഇല്ലെങ്കിൽ 3000ത്തിലേക്ക് മടങ്ങി പോകേണ്ടതായി വരും. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. മിഷണറിമാരുടെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ AG മിഷണറി, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ആദ്യത്തെ മിഷണറി. ഓപ്ഷൻ എ ജോൺ ബർഗ്, ഓപ്ഷൻ ബി ജോർജ് ബർഗ്, ഓപ്ഷൻ സി റോബർട്ട് ഓഫ് കുക്ക്, ഓപ്ഷൻ ഡി മേരി ചാപ്മാൻ. മേരി ചാപ്മാൻ. ഓപ്ഷൻ ഡി അറിയാവുന്ന ഉത്തരമാണ്. ഓക്കെ, ഓപ്ഷൻ ഡി മേരി ചാപ്മാൻ. ഉത്തരം ഉറപ്പിക്കുകയാണ്. ഇന്ത്യയിലേക്ക് വന്ന ആദ്യ AG മിഷണറി മേരി ചാപ്മാൻ തന്നെയാണ്. ജോർജ് ബർഗ് അതിനു മുമ്പ് വന്നതാണോ തോന്നുന്നുണ്ടോ? ഇല്ല, അതിനു മുമ്പ് ആരും വന്നിട്ടില്ല. അപ്പൊ 10ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി മേരി ചാപ്മാൻ. ആ ഉത്തരം ശരിയാണോ? മേരി ചാപ്മാൻ ഉത്തരം ശരിയാണ്. ആ 10ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ 5000 രൂപ സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ മുന്നിലേക്ക് പോവുക. ഇപ്പോൾ നല്ലൊരു സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിപ്പിക്കാവുന്നതാണ്. 3ാമത്തെ റൗണ്ടിലെ ഒടുവിലത്തെ ചോദ്യം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള സംഘർഷത്തെ തുടർന്ന് തടവിൽ കഴിയേണ്ടി വന്ന മിഷണറി ആരാണ്? ഓപ്ഷൻ എ വില്യം കേറി, ഓപ്ഷൻ ബി അഡോണിറാം ജഡ്സൺ, ഓപ്ഷൻ സി ബെർത്തലോമായി സീഗൻബാഗ്, ഓപ്ഷൻ ഡി ജോഷുവ മാർഷ്മാൻ. ഇതിലാരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടുള്ള സംഘർഷത്തെ തുടർന്ന് തടവിൽ കഴിയേണ്ടി വന്ന മിഷണറി? ഓപ്ഷൻ ബി അഡോണിറാം ജഡ്സൺ. ഓപ്ഷൻ ബി അഡോണിറാം ജഡ്സൺ. സംശയമില്ല. അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്നുള്ള ചിന്തകളുണ്ടോ? അഡോണിറാം ജഡ്സൺ പ്രവർത്തിച്ചിരുന്ന പ്രദേശം
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിൽ വരുന്ന പ്രദേശമായിരുന്നോ? സംശയമില്ല, ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ബി അഡോണിറാം ജഡ്സൺ. ഉത്തരം ഉറപ്പിക്കുകയാണ്. സംശയമില്ല, അവിടെ നിൽക്കുകയാണ്. ഏതായാലും മത്സരിച്ച് ഇത്രത്തോളം എത്തി, ഇത്രയും ഭംഗിയായിട്ട് മത്സരിക്കാൻ അവസരമുണ്ടായി, നല്ലൊരു തുകയിൽ എത്തി നിന്നിരുന്നു. ഈ ഉത്തരം ദൗർഭാഗ്യവശാൽ തെറ്റിപ്പോയാൽ 3000 രൂപയിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുകയാണ്. നമുക്ക് പരിശോധിക്കാം. 11ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി അഡോണിറാം ജഡ്സൺ. ആ ഉത്തരം ശരിയാണോ? ഞാൻ എത്രയോ തവണ ആവർത്തിച്ചു പറഞ്ഞു, ഒരു ഉത്തരത്തിൽ സംശയമുണ്ടായിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകാമായിരുന്നു, അവിടെ അവസാനിപ്പിക്കാമായിരുന്നു എന്നൊരു ഓപ്ഷൻ പലതവണ ആവർത്തിച്ചു. പക്ഷേ ബർത്തലോമായി സീഗൻബാഗ് ആണ്. എനിക്ക് തോന്നുന്നു അഡോണിറാം ജഡ്സൺ ബർമ ഉൾപ്പെട്ട പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഇന്ത്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന. ഇപ്പൊ ബർത്തലോമായി സീഗൻബാഗ് ആണ് ആദ്യം ഇന്ത്യയിൽ വന്ന പ്രൊട്ടസ്റ്റന്റ് മിഷണറി. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റവും കൂടുതൽ, ബർമയിൽ ഇല്ലെന്നല്ല, ഇന്ത്യയിൽ മറ്റ് പോർച്ചുഗീസിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുകാരുടെ മാത്രമല്ല, ബർമയിൽ നിന്ന്, ഡച്ചിൽ നിന്ന്, പലയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് വ്യാപാരം നടത്തി പല മേഖലകൾ അവർ മാറി മാറിയാണ് ഭരിച്ചിരുന്നത്. ഞാൻ പലതവണ ആവർത്തിച്ചൊരു ആവേശമാണ് ആ ഉത്തരത്തിലേക്ക് എടുത്ത് ചാടി വരേണ്ടി വന്നത്. ഏതായാലും നല്ല രീതിയിൽ മത്സരിച്ചു. 2ാമത്തെ റൗണ്ടിൽ ഫിനിഷ് ചെയ്ത 3000 രൂപ സമ്മാനത്തുകയിലാണ് അവസാനിക്കുന്നത്. ഏതായാലും നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ട്രൈ ചെയ്തു, മത്സരിക്കാൻ ഒരു ധൈര്യം കാണിച്ചു. അപ്പോൾ എല്ലാ ബൈബിൾ ബ്രെയിൻസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ആശംസകളും ഭാവുകങ്ങളും അറിയിക്കുകയാണ് മുന്നോട്ടുള്ള യാത്രയിൽ. എന്ത് തോന്നുന്നു ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട്? സന്തോഷമുണ്ട്. ആദ്യമായിട്ടുള്ള പ്രോഗ്രാമിനകത്ത് ചേർന്നത്. ഇത് പറ്റിയപ്പോ ഒരു വിഷമത്തേ ഉള്ളൂ. ഈ ഉത്തരം തെറ്റിപ്പോയതിൽ ചെറിയൊരു വിഷമമുണ്ട്. നമ്മൾ പെട്ടെന്ന് മനസ്സിൽ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല. നമ്മൾ വായിച്ച മിഷണറിമാരുടെ പേരുകൾ കയറി വരുമ്പോൾ ആരാണെന്നൊരു സംശയമുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു തുകയിലെത്തി നിൽക്കുമ്പോൾ അവിടെ നമുക്ക് അവസാനിപ്പിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഏതായാലും ഇത്രയും ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ഞാൻ ഓർത്തു അവിടെ അവസാനിപ്പിക്കും സംശയമുണ്ടെങ്കിൽ. ഏതായാലും നല്ല രീതിയിൽ മത്സരിച്ചതിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നിങ്ങൾക്കും കടന്നു വരാം. ഈ പോരാട്ട വേദിയിൽ നിങ്ങൾക്കും മത്സരിക്കാം, സമ്മാനങ്ങൾ കരസ്ഥമാക്കാം. അതിന് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ബൈബിൾ ബ്രെയിൻസിന്റെ നല്ലൊരു എപ്പിസോഡിൽ നിന്ന് വീണ്ടും വിട പറയുന്നു. മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്കതുണ ദൈവം തരുന്ന സമ്മാനം, അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.